ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് റാഗി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1 കപ്പ് റാഗിയുടെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തൈരാണ്. തൈര് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ ഒരു 1/2 കപ്പ് വെള്ളത്തോളം, 1/2 കപ്പ് നിറച്ച് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല, കുറേശ്ശെ വെള്ളം വെച്ച് നമ്മൾ ഒരു 1/2 കപ്പിന് താഴെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നോക്കി ആവശ്യത്തിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. ഒരുപാടങ്ങ് മാവ് ലൂസായി പോകരുത്. അതിനുശേഷം നമ്മൾ ഈ മാവ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അരമണിക്കൂറോളം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ മാവ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട്, മാവ് ഒഴിച്ച തട്ട് നമുക്കിതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി അടച്ച് വെച്ചത് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ റാഗി കൊണ്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലൂടെ ചട്നിയോ സാമ്പാറോ കൂട്ടി കഴിക്കാവുന്നതാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.